ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഇതല്ലേ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഹെൽത്തി സാൻഡ്വിച്ച്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോഴും യൂട്യൂബ് തുറക്കുമ്പോൾ എവിടെ നോക്കിയാലും ഈ ഒരു സംഭവം തന്നെ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു മക്കളോട് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട സംഭവം. പിന്നെ അതേ സമയം ഇത് വളരെ എളുപ്പമായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഫുഡ് റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഇതിനായിട്ട് ഞാൻ എല്ലില്ലാത്ത ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് പിച്ചെടുക്കാനൊക്കെ സുഖമാണ്. അതിന് ഞാൻ ചിക്കൻ അതൊന്ന് മസാല കൂട്ടി വെച്ചിട്ടോ അതിലോട്ട് ഞാൻ ലേശം മുളക് പൊടി ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിൻ്റെ ലേശം ഉപ്പുപൊടി ചേർത്തിട്ട് അതൊന്ന് മസാല കൂട്ടി വെച്ചിട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ചെമ്പിലാണ് ആവി കയറ്റിയെടുക്കുന്നത്. ആദ്യത്തെ തട്ടിൽ ഞാൻ 2 മുട്ടയും പിന്നെ 5-6 വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ തട്ടിൽ ഞാൻ നമ്മൾ നേരത്തെ മസാല കൂട്ടിയത് ചിക്കനും പിന്നെ ചുവന്ന മുളകുണ്ടല്ലോ, അപ്പോൾ ഞാൻ 3 എടുത്തിട്ടുണ്ട്. ചുവന്ന മുളക് എരിവില്ലാത്തതുകൊണ്ടാണ് അത്ര എടുത്തത്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇഡ്ഡലി ചെമ്പിലോട്ട് ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇത് എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം മതി കേട്ടോ, പെട്ടെന്ന് വെന്ത് വരും. അങ്ങനെ ഇതാ നമ്മൾ മുട്ടയും വെളുത്തുള്ളിയും ഈ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലൊട്ടും എണ്ണ ചേർത്തിട്ടില്ല കേട്ടോ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ചിക്കൻ നമുക്കത് ചൂടാറിച്ച ശേഷം ഞാനതൊന്ന് പിച്ചിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറുതാക്കി പിച്ചി അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആവിയിൽ വേവിച്ച വെളുത്തുള്ളിയും പിന്നെ ആ മുട്ടയൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഇതിലോട്ട് ഞാൻ ചുവന്ന മുളകും പിന്നെ ഇവിടെ ഞാൻ ചേർത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ തൈര് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈരും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിക്കൊണ്ട് വരിക. അപ്പോൾ നമ്മളിവിടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ക്യാബേജും വലിയുള്ളിയൊക്കെ ഇട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളതിന് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതെടുത്തിട്ടുള്ളതിനും. പിന്നെ നിങ്ങളെ കയ്യിൽ ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നേരത്തെ പിച്ചി വെച്ച ചിക്കനും കൂടിയും പിന്നെ ഇതിലോട്ട് ചപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സോസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തന്നത് പച്ചക്കറി പറ്റാത്ത മക്കൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും കേട്ടോ. അവരൊക്കെ ഏത് പച്ചക്കറി ഇട്ടുകാണ്ട് മക്കൾക്ക് തയ്യാറാക്കി നല്ല ഹെൽത്തി ആണേനും മക്കളെ ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു കിടിലം റെസിപ്പി തന്നെ കേട്ടത്. അപ്പോൾ ഞാൻ ഇവിടെ 2 വിധത്തിൽ തയ്യാറാക്കുന്നുണ്ട്. ഒന്ന് ബ്രെഡിലും പിന്നെ ഒന്ന് ചപ്പാത്തിയിലായിട്ട് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ഞാൻ ബ്രെഡിൽ ഈ സംഭവം തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ മക്കളെ പിറ്റേന്ന് മക്കളെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കിത് സ്കൂളിലേക്ക് എന്തായാലും വേണം. അപ്പോൾ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ, സംഭവം അടിപൊളിയാണെന്ന് പറഞ്ഞവർ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ വിചാരിച്ചു അവർക്ക് പറ്റൂല എന്ന്, പക്ഷെ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞാനിത് ഒന്ന് ഇതിൽ ഒട്ടും എണ്ണ ചേർത്തിട്ടില്ല കേട്ടോ. ഈ റോസ്റ്റ് ചെയ്യുന്നതിലും ഞാൻ ഒട്ടും എണ്ണ ചേർക്കാതെയാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബ്രെഡും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് മക്കൾ കെച്ചപ്പ് കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുള്ളത്. അവർക്ക് എന്ത് ഇങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനും അതിലേക്ക് കെച്ചപ്പ് നിർബന്ധമാണ്, അത് വേണം അവർക്ക്, എങ്കിൽ അവരൊക്കെ ഒന്ന് കഴിക്കുള്ളൂ. പിന്നെ ഞാൻ മക്കൾക്ക് ഇത് ചപ്പാത്തിയിലാട്ടോ അവർക്ക് സ്കൂളിലേക്ക് പിറ്റേന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ സാൻഡ്വിച്ചായിട്ട് രാവിലെ എണീറ്റാൽ ഒരു കൺഫ്യൂഷനും വേണ്ടല്ലേ. രാവിലെ ഇപ്പം എന്താ ഉണ്ടാക്കുക ബ്രേക്ക്ഫാസ്റ്റിന് വെച്ചിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ ആയിക്കാരം. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സാൻഡ്വിച്ചാട്ടോ ഈ സാൻഡ്വിച്ച്. അപ്പോൾ വൈകുന്നേരം സ്നാക്സായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി തന്നെയാണ് സംഭവം. നല്ല ഹെൽത്തി സാൻഡ്വിച്ചാട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവർ ഓക്കെ ബൈ, താങ്ക് യു.